നമസ്കാരം. ടിക്കറ്റ് ചോദിച്ചതിന്റെ അമർഷത്തിൽ ട്രെയിനിൽ നിന്ന് അന്തർ സംസ്ഥാന തൊഴിലാളി തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ഇ.കെ. വിനോദ് കണ്ണന്റെ മനസ്സ് നിറയെ കലാലോകത്തുള്ള അഭിനിവേശം മാത്രം. സ്കൂൾ തലം മുതലേ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു വിനോദ്. നാടകമായിരുന്നു ഇഷ്ട ഇനം. പിന്നെ മിമിക്രി. രണ്ടിലും കൈനിറയെ സമ്മാനങ്ങൾ അയാൾ സ്വന്തമാക്കി. എന്നാൽ ജീവിത വഴിയിൽ തൊഴിലായത് റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായി. എന്നാൽ ഒരിക്കലും തന്റെ കലാമോഹം കൈവടിഞ്ഞില്ല. അതാണ് സിനിമയിലേക്ക് വഴി തുറന്നത്. സിനിമയിൽ അവസരങ്ങൾ തേടിപ്പോയവരുടെ കൂട്ടത്തിൽ സംവിധായകൻ ആഷിഖ് അബുവും ഉണ്ടായിരുന്നു. ആഷിഖ് വിനോദിന്റെ സഹപാഠി കൂടിയാണ്. എറണാകുളം SRV സ്കൂളിൽ 8 മുതൽ 10ാം ക്ലാസ് വരെ അവർ ഒരുമിച്ചാണ് പഠിച്ചത്. അങ്ങനെ ആഷിഖ് അബുവിന്റെ ചിത്രത്തിലൂടെ തന്നെ വിനോദ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. ചിത്രം ഗ്യാങ്സ്റ്റർ. അതിൽ മമ്മൂട്ടിയുടെ ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയായിട്ടാണ് അഭിനയിച്ചത്. തുടർന്ന് തുടരെ ചിത്രങ്ങൾ ലഭിച്ചു. വില്ലാളി വീരൻ, മംഗ്ലീഷ്, ഹൗ ഓൾഡ് ആർ യു, അച്ചാദീൻ, എന്നും എപ്പോഴും, വിശ്വാസം അതല്ലേ എല്ലാം, പെരിച്ചാഴി, മിസ്റ്റർ ഫ്രോഡ്, കസിൻസ്, വിക്രമാദിത്യൻ, പുലിമുരുകൻ എന്നിങ്ങനെ പോകുന്നു ചിത്രങ്ങൾ. 40 ചിത്രങ്ങളിൽ വേഷമിട്ട് ചെറിയ വേഷങ്ങളാണെങ്കിലും വിനോദിന് പരിഭവങ്ങളില്ല. കിട്ടിയ വേഷങ്ങൾ ഗംഭീരമാക്കുക, അത് മാത്രമേ അയാൾക്ക് മുന്നിലുള്ളൂ. എങ്കിലും തനിക്കുള്ള ഊഴം വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് വിനോദ് ഏവരോടും പറയുമായിരുന്നു. കലാലോകത്തെ നിറമാർന്ന സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് വിനോദ് യാത്രയായത്. ഇക്കഴിഞ്ഞ ജനുവരി 28-നായിരുന്നു വിനോദിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ. എറണാകുളം പാട്ന ട്രെയിനിൽ ഇന്നലെ വൈകിട്ട് 7:30-യോടെ തൃശൂർ വെളുപ്പായിൽ എത്തിയപ്പോഴാണ് വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്തിനെ പാലക്കാട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. S11 കോച്ചിൽ ടിക്കറ്റ് പരിശോധന നടത്തവേ വാതിലിന് സമീപം നിന്ന രജനീകാന്തിനോട് വിനോദ് ടിക്കറ്റ് ആവശ്യപ്പെട്ടു. റിസർവേഷൻ ടിക്കറ്റ് ഇല്ലെന്ന് കണ്ട് ചോദിച്ചപ്പോൾ പ്രകോപിതനായ രജനീകാന്ത് ചവിട്ടി തള്ളിയിടുകയായിരുന്നുവെന്നാണ് വിവരം. സമീപത്തെ ട്രാക്കിലേക്ക് തലയടിച്ച് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങുകയും ചെയ്തു. മൃതദേഹം പാദമറ്റ് ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു. ട്രെയിനിൽ യാത്ര തുടർന്ന പ്രതിയെ കോച്ചിലെ യാത്രക്കാർ വിവരം കൺട്രോൾ റൂമിൽ അറിയിച്ചതിനെ തുടർന്ന് പാലക്കാട് വെച്ചാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.